പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 30 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഈ ലോകം എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഓരോ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് പഠനമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കലാരംഗത്തുള്ള മത്സരങ്ങളായിക്കോട്ടെ, ഒളിമ്പിക്സ് ആയിക്കോട്ടെ, എവിടെയുമുണ്ട് കോമ്പറ്റീഷൻസ്. അപ്പം ആ കോമ്പറ്റീഷനിൽ വിജയിക്കുക, അതിന് വേണ്ടത് നമ്മളുടെ ഹാർഡ് വർക്കാണ്. നന്നായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. കോമ്പറ്റേറ്റീവ് എക്സാമിൽ കറണ്ട് അഫേഴ്സും ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടിയും കുറച്ച് സമയം മാറ്റി വെച്ചേ പറ്റൂ. ജേഴ്സ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 54ാമത്തെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് 2024 ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 5 മെഡലുകൾ. 54ാമത്തെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് 2024 ഇതിൽ ഇന്ത്യക്ക് 5 മെഡൽ. ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിരവധി സബ്ജക്റ്റിലെ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്, ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡ്, ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്, ജനറൽ നോളജ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എന്നിങ്ങനെ. ഇപ്പം ഇതിൽ 54ാമത്തെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡിലാണ് ഇന്ത്യക്ക് 5 മെഡൽസ്. 5 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. പങ്കെടുത്ത 5 പേർക്കും മെഡൽ ലഭിച്ചു. അതായത് 2 ഗോൾഡും 3 സിൽവർ. ഈ കഴിഞ്ഞ ജൂലൈ 21 മുതൽ ജൂലൈ 29 വരെയായിരുന്നു മത്സരം. ഇത് ഇറാനിലെ ഇസ്ഫഹാൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. പങ്കെടുത്ത 5 പേർക്ക് മെഡൽസ്. 43 രാജ്യങ്ങളിൽ നിന്നായിട്ട് 193 പേർ പങ്കെടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതായത് 43 രാജ്യങ്ങളിൽ വെച്ച് 193 പേർ പങ്കെടുത്ത ആ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത 5 പേർക്കും മെഡൽ ലഭിച്ചു. ഇതിലേറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള രാജ്യമാണ് ചൈന, രണ്ടാമത്തേത് റഷ്യ, മൂന്നാമത്തേത് റൊമാനിയ, 4ാമത്തേത് ഇന്ത്യ. ഈ ഒരു ഒളിമ്പ്യാഡിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി ആണ്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ ശേഷം യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് ജോയിൻ ചെയ്താൽ പിന്നെ അയോഗ്യരാണ്. അപ്പൊ ഹയർ സെക്കൻഡറി ആണ് ഇതിന്റെ മാനദണ്ഡം. 2024 ജൂലൈ 29 വരെ എത്ര എയർപോർട്ടുകൾ അതിന്റെ പ്രവർത്തനത്തിനായി ഉഡാൻ സ്കീമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു? 85 വിമാനത്താവളങ്ങൾ. ഉഡാൻ സ്കീം ആയിട്ട് ഇപ്പോൾ, അതായത് ജൂലൈ 29 കണക്കനുസരിച്ച് 85 വിമാനത്താവളങ്ങൾ ആണ് ആ നെറ്റ്വർക്കിലുള്ളത്. ഇന്ത്യയിലെ ഓരോ ചെറിയ ചെറിയ എയർപോർട്ട് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഉഡാൻ എന്ന് പറയുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഫോർ സിവിൽ ഏവിയേഷൻ മുരളീധർ മോഹൽ ആണ്. രാജ്യസഭയിലെ ഒരു മറുപടിയിലാണ് അദ്ദേഹം ജൂലൈ 29 ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് 579 റൂട്ടുകളിലായിട്ട് 85 എയർപോർട്ട്സ് ആണ് കണക്റ്റഡ്. ഇതിൽ 13 ഹെലികോപ്റ്റേഴ്സിന്റെ യൂണിറ്റും 2 വാട്ടർ എയർഡ്രോംസ് ഉണ്ട്. ഉഡാൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 2 വാട്ടർ ഡ്രോംസ് ആണ് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിൽക്കുന്ന സർദാർ സരോവർ ഡാമിലും മറ്റൊന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി റിവർ ഫ്രണ്ടിലും. ജലത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വിമാനങ്ങൾ ഉള്ള എയറോഡ്രോംസിനെയാണ് വാട്ടർ എയറോഡ്രോംസ് എന്ന് പറയുന്നത്. അപ്പോൾ എയറോഡ്രോംസ് ഉള്ള ഈ 2 എയറോഡ്രോംസും 13 ഹെലികോപ്റ്റർ യൂണിറ്റ് ഉൾപ്പെടെ 85 എയർപോർട്ട് ആണ് ഇപ്പോൾ ഉഡാനിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് ഉഡേ ദേശ് കാ ആം നാഗരിക്. 2016 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത് 2017 ഏപ്രിൽ 22. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കീം ആയിട്ടാണ് ഉഡാൻ എന്ന ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം 2023 എത്ര കടുവകൾ ചത്തിട്ടുണ്ട്? 178. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 2023 178 ടൈഗേഴ്സ്, കടുവകളാണ് ചത്തിട്ടുള്ളത്. 2019 കണക്കനുസരിച്ച് 96 ടൈഗേഴ്സ് ആയിരുന്നു. 2020 ആയപ്പോഴേക്കും 106 കടുവകൾ ആയി. 2021 ആയപ്പോഴേക്കും 127. 2022 അത് അല്പം കുറഞ്ഞു, 121 ആയിട്ട് കുറഞ്ഞു. എന്നാൽ 2023 ആയപ്പോഴേക്കും അത് വീണ്ടും കുതിച്ചുയർന്നു. 178 കടുവകളാണ് 2023 ചത്തിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 29 ഗ്ലോബൽ ടൈഗർ ഡേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഗ്ലോബൽ ടൈഗർ ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. 2019 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ സമ്മിറ്റിൽ വെച്ചാണ് ആദ്യമായിട്ട് ഗ്ലോബൽ ടൈഗർ ഡേ ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച വന്നിട്ടുള്ളതും. അതിനുശേഷം എല്ലാ വർഷം ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത് മധ്യപ്രദേശ് ആണ്. തൊട്ടുപുറകെ കർണാടക, 3ാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡ്.
ഏത് രാജ്യത്തിന്റെ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റാംലല്ല വിഗ്രഹത്തിന്റെ സ്മരണിക തപാൽ സ്റ്റാമ്പ് അനാച്ഛാദനം ചെയ്തു? ലാവോസ്. ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലാവോസ് എന്ന രാജ്യം സന്ദർശിക്കുന്ന വേളയിലാണ് അയോധ്യയിലുള്ള രാംലല്ല വിഗ്രഹത്തിന്റെ സ്മരണിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്, അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ലാവോസ് എന്ന രാജ്യത്ത് സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം 2 സ്റ്റാമ്പ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒന്ന് ലോർഡ് ബുദ്ധയുടെയും മറ്റൊന്ന് അയോധ്യയിലുള്ള രാംലല്ല സ്റ്റാച്ചുവിന്റെയും. ഏഷ്യയിലെ ഒരു തെക്കിഴക്കൻ രാജ്യമാണ് ലാവോസ്. ഈ രാജ്യത്തിലൂടെ കടന്നുപോകുന്ന ഒരു നദിയാണ് മക്കോങ് റിവർ. ലാവോസ് എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് വിയന്റിന. ഇന്ത്യയിലെ ആദ്യത്തെ സൺകൺ മ്യൂസിയം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഹുമയൂണിന്റെ ശവകുടീര സമുച്ചയത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സൺകൺ മ്യൂസിയം ഈ കഴിഞ്ഞ ജൂലൈ 29 അതായത് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഹുമയൂൺസ് ടോം കോംപ്ലക്സിൽ വെച്ചാണ്, അതായത് ഹുമയൂണിന്റെ ശവകുടീര സമുച്ചയത്തിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൺകൺ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുഗൾ ചക്രവർത്തിമാരുടെ സമയത്തുള്ള ട്രഡീഷണൽ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ബൗളിസിനെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മ്യൂസിയം ആണ് സൺകൺ മ്യൂസിയം. ഇത് രാജ്യത്തെ ആദ്യത്തെ ഒരു സൺകൺ മ്യൂസിയം ആണ്. ഹുമയൂൺ ടോം കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഹുമയൂൺ ടോം കോംപ്ലക്സ് ഇത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഈ ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും രാജകുമാരനായിട്ടുള്ള റഹീം അഖാ ഖാൻ ആണ്. ഈ മ്യൂസിയം ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഹുമയൂണിന്റെ പൈതൃകവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അത്ര അറിയപ്പെടാത്ത വശങ്ങളെക്കുറിച്ചാണ്. വെനിൻസുലയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയിയായി നാഷണൽ ഇലക്ടറൽ കൗൺസിൽ ആരെയാണ് പ്രഖ്യാപിച്ചത്? നിക്കോളസ് മഡുറോ. വെനിൻസുല എന്ന രാജ്യം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ 3ാമത്തെ പ്രാവശ്യം നിക്കോളസ് മഡുറോ വിജയിച്ചു. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് വെനിൻസുലയിലെ നാഷണൽ ഇലക്ടറൽ കൗൺസിൽ ആണ്. 80% ബാലറ്റ് അത് എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും 51% ലഭിച്ചിട്ടുള്ളത് നിക്കോളസ് മഡുറോ. അദ്ദേഹം 3ാമത്തെ പ്രാവശ്യം ആണ് ഇപ്പോൾ വെനിൻസുല എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്. വെനിൻസുല എന്ന രാജ്യം ഇത് സൗത്ത് അമേരിക്കയിലെ വടക്കൻ തീരത്തുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് കരാക്കസ്. ഇവിടുത്തെ കറൻസിയാണ് വെനിൻസുലിൻ ബോളിവർ എന്നത്. വെനിൻസുലിൻ ബോളിവർ. നിക്കോളസ് മാഡുറോ ആണ് ഇനി 3ാമത്തെ പ്രാവശ്യം പ്രസിഡന്റ് ആകാൻ പോകുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത അവസാന റൗണ്ടിൽ 4ാമതായി ഫിനിഷ് ചെയ്ത ഇന്ത്യൻ ഷൂട്ടറുടെ പേര് അർജുൻ ബാബുത. ഇന്നലെ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ നടന്ന മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഈവന്റിൽ ഇന്ത്യയിലെ ഷൂട്ടറായിട്ടുള്ള അർജുൻ ബബൂത 4ാമതായിട്ട് ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ 4ാമതായിട്ട് ഫിനിഷ് ചെയ്ത ചില വ്യക്തികളാണ്, ചില താരങ്ങളാണ് മിൽഖ സിംഗ്, PT ഉഷ, അഭിനവ് ബിന്ദ്ര, ലിയാൻഡർ പേസ്, മഹേഷ് ഭൂപതി എന്നിവരെല്ലാം. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അർജുൻ ബബൂതയും ഇപ്പോൾ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ആ ഒരു കോമ്പറ്റീഷനിലെ 4ാമത്തെ സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. ഏത് നഗരത്തിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു? ടോക്കിയോ. ഇപ്പോൾ നടന്നിട്ടുള്ള ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ. ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിലാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പങ്കെടുത്തിട്ടുള്ളത്. ടോക്കിയോയിൽ വെച്ചായിരുന്നു ക്വാഡ് മീറ്റിംഗ്. ക്വാഡ് എന്നത് 4 രാജ്യങ്ങൾ 2007 രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് ക്വാഡ്. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US. ഈ 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു ടോക്കിയോയിൽ നടന്നിട്ടുള്ളത്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ 12,000 റൺസ് തികയ്ക്കുന്ന 7ാമത്തെ കളിക്കാരൻ ആരാണ്? ജോ റൂട്ട്. ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജോ റൂട്ട് ടെസ്റ്റ് പരമ്പരയിൽ 12,000 റൺസ് തികച്ചു. ഇത് ഒരു ടെസ്റ്റ് പരമ്പരയിലല്ല, ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടുള്ള എല്ലാ ടെസ്റ്റ് പരമ്പരയും കൂട്ടി കഴിയുമ്പോൾ 12,000 റൺസ് തികയ്ക്കുന്ന 7ാമത്തെ ക്രിക്കറ്റ് താരമായിട്ട് മാറി ജോ റൂട്ട്. ഇദ്ദേഹം ബ്രെയിൻ ലാറയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ ലോകത്ത് 12,000 റൺസ് തികയ്ക്കുന്ന 7 പേരിൽ 7ാമത്തെ വ്യക്തിയാണ് ജോ റൂട്ട്. ഇംഗ്ലണ്ടിലെ 2ാമത്തെ ക്രിക്കറ്റ് താരമാണ് ജോ റൂട്ട്. ഇതിനു മുമ്പ് സർ അലാസ്റ്റർ കുക്ക് 12,472 റൺസ് തികച്ചിട്ടുള്ള ബാറ്റ്സ്മാനാണ്. ഇന്നലെ ജൂലൈ 29 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഇതിന്റെ ഉത്തരം ഗുജറാത്ത്. ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഈ ഒരു രാജ്കോട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും
ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 54ാമത് ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് 2024 ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 5 മെഡലുകൾ. 2024 ജൂലൈ 29 വരെ എത്ര എയർപോർട്ടുകൾ അതിന്റെ പ്രവർത്തനത്തിനായി ഉഡാൻ സ്കീമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു? 85 വിമാനത്താവളങ്ങൾ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം 2023 എത്ര കടുവകൾ ചത്തിട്ടുണ്ട്? 178. ഏത് രാജ്യത്തിന്റെ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാംലല്ല വിഗ്രഹത്തിന്റെ സ്മരണിക തപാൽ സ്റ്റാമ്പ് അനാച്ഛാദനം ചെയ്തു? ലാവോസ്. ഇന്ത്യയിലെ ആദ്യത്തെ സൺകൺ മ്യൂസിയം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഹുമയൂണിന്റെ ശവകുടീര സമുച്ചയം. ഇത് ഡൽഹിയിലാണ്. വെനിൻസുലയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയിയായി നാഷണൽ ഇലക്ടറൽ കൗൺസിൽ ആരെയാണ് പ്രഖ്യാപിച്ചത്? നിക്കോളസ് മഡുറോ. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത അവസാന റൗണ്ടിൽ 4ാമതായി ഫിനിഷ് ചെയ്ത ഇന്ത്യൻ ഷൂട്ടറുടെ പേര്? അർജുൻ ബാബുദ. ഏത് നഗരത്തിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു? ടോക്കിയോ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ 12,000 റൺസ് തികയ്ക്കുന്ന 7ാമത്തെ കളിക്കാരൻ ആരാണ്? ജോ റൂട്ട്. ഇന്ന് ജൂലൈ 30. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്: വിച്ച് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഇനോഗ്രേറ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.